നോക്കിക്കഴിഞ്ഞാൽ മരണനിരക്കും ഇല്ല. ഈ പറഞ്ഞ അത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ അല്ല. എങ്കിൽ പോലും ഇത് ഇത്രയും വൈറലാവാനും ഇത്രയും ഡിസ്കസ് ചെയ്യപ്പെടാനുമുള്ള കാരണം എന്താണ്? 3 കാരണം ഞാൻ ആലോചിച്ചിട്ട് 3 കാരണമാണ് എനിക്ക് കിട്ടിയത്. 2 കാരണം അത് ചൈനയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കോവിഡ്-19ന്റെ കേസിൽ ചൈന എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നുള്ളത് അറിയാം. അവരുടെ ഒരു ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു കൺട്രിയാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഇവിടെ ജർമ്മനിയിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നെയ്ബർ ഒരു ചൈനക്കാരനാണ്. അവനോട് ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അവന് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് ചൈനീസ് ഗവൺമെൻറ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഈ ഒരു വൈറൽ സ്പ്രെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരത് പൂർണ്ണമായിട്ട് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് വീഡിയോസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുന്നുണ്ട് എന്നാണ്. പക്ഷേ അത് സിവിയർ അല്ല. അത് ഒട്ടും സിവിയർ അല്ല. പിന്നെ ഒരു രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചൈനയിൽ മാത്രം, അതായത് ഞാൻ പറഞ്ഞിരുന്നു 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷേ ചൈനയിൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ ഒരു ഈ ഒരു രോഗം, ഈ ഒരു HMPV വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിൻ്റർ ആവുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവർക്കും ഫ്ലൂവും ഈ പറഞ്ഞ RSV രോഗങ്ങളും കുട്ടികൾക്ക് വരാനും ഒക്കെ ചാൻസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഇവർക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. കാരണം സിംപ്റ്റംസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ കേസസ് വന്ന് പിന്നെ ഈ ചൈനയുടെ കേസ് നമുക്കറിയാലോ. ഈ പറയണ പൂച്ച ഒരു തവണ ചൂടുവെള്ളത്തിൽ ചാടിയാൽ പിന്നെ തണുത്ത വെള്ളം കണ്ടാൽ പോലും നമുക്ക് ചൂടുവെള്ളമാണെന്ന് തോന്നും. അല്ല, പൂച്ചയ്ക്ക് ചൂടുവെള്ളമാണെന്ന് തോന്നും. അപ്പോൾ ഈ ഒരു കേസസ് ഒക്കെ കാരണമാണ് ഈ ഒരു വീഡിയോ ഇത്രയും വൈറലായി ഇത്രയും ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ത്രെറ്റ് ടു ദ ഈസ് ഇറ്റ് എ ത്രെറ്റ് ടു ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്നേ പറയുള്ളൂ. നമ്മളിപ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ